ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കും. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും അങ്ങനെ കഥകളുടെ പരിപാടി. പിന്നെ കുറച്ച് സമകാലിക വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കഥയിലോട്ട് നമുക്ക് കടക്കാം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു ഇന്ത്യൻ നാടോടി കഥയാണ്. ചെറിയൊരു കഥയാണ്, പക്ഷേ അതിനകത്തൊരു നല്ലൊരു ഗുണപാഠമുണ്ട്, ഒരു മെസ്സേജുണ്ട്. അപ്പോൾ അത് കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കഥ ഇങ്ങനെയാണ്. ശെൽവനും ശരവണനും കർഷകരായിരുന്നു. ഉറ്റ സുഹൃത്തുക്കളായ അവർ ഒരുമിച്ചായിരുന്നു പണിക്ക് പോയിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. അവർ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് അവർ ഉച്ചഭക്ഷണപ്പൊതി നിവർത്തിയപ്പോൾ ശരവണൻ കലശലായി ചുമയ്ക്കാൻ തുടങ്ങി. വല്ലാത്ത ചുമ. നല്ല ചുമയാണല്ലോ, വെയിൽ കൊണ്ടിട്ടാകും, ശെൽവൻ പറഞ്ഞു. ഓ, അത് ചുമയൊന്നുമല്ല, സ്നേഹിക്കുന്ന ആരെങ്കിലും നമ്മെ ഓർക്കുമ്പോഴുണ്ടാകുന്നതായത്. തീർച്ചയായും എൻ്റെ ഭാര്യ ഇപ്പോൾ എന്നെ ഓർത്ത് കാണണം, ശരവണൻ പറഞ്ഞു. അങ്ങനെയുണ്ടോ? അത് ശെൽവന് പുതിയ അറിവായിരുന്നു. പിന്നില്ലേ, നിന്റെ ഭാര്യ നിന്നെ ഓർക്കാറേ ഇല്ലെന്ന് തോന്നുന്നു. നീ ഇതുവരെ ഇങ്ങനെ ചുമച്ചൊന്നും കണ്ടിട്ടില്ല, ശരവണൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ശെൽവൻ വല്ലാതെയായി. ശരവണൻ പറഞ്ഞത് ശരിയാണെന്ന് ശെൽവന് തോന്നി. തൻ്റെ ഭാര്യയും തന്നെ ഓർത്തിരുന്നെങ്കിൽ താനിങ്ങനെ ചുമക്കേണ്ടതായിരുന്നു. ശെൽവന് ഭാര്യയോട് ദേഷ്യം തോന്നി. വീട്ടിൽ ചെന്നതും ശെൽവൻ ഭാര്യയെ വഴക്ക് പറയാൻ തുടങ്ങി. ശരവണന്റെ ഭാര്യ അവനെക്കുറിച്ച് എപ്പോഴും ഓർക്കും. നീ എന്നെക്കുറിച്ച് ഓർക്കാറേ ഇല്ല അല്ലേ? ഞാൻ ഓർക്കാറുണ്ടല്ലോ, അവൾ പറഞ്ഞു. നീ നുണ പറയുക, എന്നോട് നീ നുണ പറയുന്നു. അയാൾ അവളെ തല്ലാൻ കടന്നു പിടിച്ചു. ഞാൻ നിങ്ങളെ ഓർക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവൾ തിരിച്ചു ചോദിച്ചു. അതറിയാൻ വലിയ കഴിവൊന്നും വേണ്ട. ഒരു തവണയെങ്കിലും ശരവണനെ പോലെ ഉണ്ണാതിരിക്കുമ്പോൾ ഞാൻ ചുമച്ചിട്ടുണ്ടോ? അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു. അത് കേട്ടപ്പോൾ അവൾ ചിരിച്ചുപോയി. അതോടെ അയാളുടെ ദേഷ്യം ഇരട്ടിയായി. സർവ്വനിയന്ത്രണവും പോയി. അവളെ ശെൽവൻ പൊതിരെ തല്ലാൻ തുടങ്ങി. അയാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക അത്ര എളുപ്പമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് അവൾ ഒരു ബുദ്ധി പ്രയോഗിച്ചു. ഇപ്പോഴത്തേക്ക് ക്ഷമിക്കൂ. ഉച്ചയ്ക്ക് നിങ്ങൾ ഉണ്ണുന്ന നേരത്ത് ഞാൻ ഉറങ്ങിപ്പോകുന്നത് കൊണ്ടാണ് നിങ്ങളെ ഓർക്കാത്തത്. ഇനി നാളെ മുതൽ ആ സമയത്ത് ഉറങ്ങാതെ ഇരുന്ന് നിങ്ങളെ ഞാൻ ഓർത്തോളാം. ശരവണൻ്റെ മുന്നിൽ മിടുക്കനാകാൻ പറ്റാത്തതാണ് ശെൽവനെ വിഷമിപ്പിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. പിറ്റേന്ന് അവൾ ശെൽവന് ഭക്ഷണപ്പൊതി തയ്യാറാക്കിയപ്പോൾ മുളകുപൊടി വറുത്ത് ഉപ്പ് ചേർക്കാതെ ചോറിൽ കുഴച്ച് ചേർത്തു. ഉച്ചയ്ക്ക് പൊതി അഴിച്ചതും മുളകിൻ്റെ മണം ശ്വസിച്ച് ശെൽവൻ ചുമയ്ക്കാൻ തുടങ്ങി. എന്തു ചെയ്തിട്ടും അയാൾക്ക് ചുമ അടക്കാൻ കഴിഞ്ഞില്ല. എന്തു പറ്റി? ശരവണൻ ചോദിച്ചു. എന്നെ ഉച്ചയ്ക്ക് ഓർക്കാത്തതിന് ഇന്നലെ ഭാര്യയെ ഞാൻ ഒത്തിരി തല്ലി. ഇന്ന് അവൾ എന്നെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുക. എന്നെ ഓർക്കാതിരിക്കാൻ ഇനി അവളെ തല്ലേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ചുമക്കിടയിൽ ശെൽവൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. ഇത്രയുമാണ് കഥ. എങ്ങനെയുണ്ട്? ഇതൊരു രസകരമായ കഥയല്ലേ? അപ്പോൾ നമ്മുടെ ഇടയിൽ ഇപ്പോഴുമൊക്കെ ഇങ്ങനെയൊക്കെ ചില അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട്. നമ്മളെപ്പോഴും പറയാറില്ലേ, തുമ്മുമ്പോൾ ആരോ നമ്മളെക്കുറിച്ച് എവിടെയോ ഇരുന്ന് ചിന്തിക്കുന്നു, അതുകൊണ്ടാണ് നമ്മൾ തുമ്മുന്നത്. അങ്ങനെയൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പരസ്പരം പറയാറുണ്ട് ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെയൊക്കെ ചില വീട്ടിലെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ നമ്മളെ പറഞ്ഞ് തരാറുണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ. അതുപോലെ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതുപോലെ ഉള്ളൊരു അന്ധവിശ്വാസമാണ് ഇവിടെ ഈ കഥയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്.
അപ്പോൾ അതിലൊരു കഴമ്പുമില്ല എന്നാണ് കഥ നമ്മളെ തെളിയിക്കുന്നത്. എല്ലാം മനസ്സിൻ്റെ ഒരു തോന്നലല്ലേ. ഇവിടെ ഉറ്റ സുഹൃത്താണ് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അപ്പോൾ ഉറ്റ സുഹൃത്തായതുകൊണ്ട് ആ വ്യക്തി പറയുന്നതെല്ലാം ശരിയാവണമെന്നില്ല. സുഹൃത്തുക്കൾ നമ്മളെ വഴിതെറ്റിക്കാനും സാധ്യതയുണ്ട്, വഴിതെറ്റിക്കും. ഒരു സുഹൃത്ത് പറയുന്നത് അതേപടി വിഴുങ്ങണമെന്നില്ല. അതും ഈ കഥയുടെ ഒരു മറുവശമാണ്. എന്തായാലും ഇതിനകത്ത് മണ്ടൻ ഭർത്താവ് മണ്ടനായി തന്നെ തുടരുകയാണ്. ഭാര്യയും ഒരർത്ഥത്തിൽ പുള്ളിയെ മണ്ടനാക്കുകയാണ്. പുള്ളിയുടെ മണ്ടത്തരം കൊണ്ട് തന്നെ പുള്ളിയുടെ തെറ്റിദ്ധാരണ നീക്കുകയാണ്. അതാണ് കഥയെക്കുറിച്ച് പരാമർശിക്കാൻ ഉള്ളത്. ഇപ്പോൾ പനിക്കാലമാണ്, സർവ്വവ്യാധികളുമുണ്ട്, ഡെങ്കിയുണ്ട്, എല്ലാ വിധത്തിലുള്ള വൈറൽ പനികളുമുണ്ട്. എന്തായാലും അത് വേറൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താണ്? പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. ഈ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗവും കുതിച്ചു വരുന്നുണ്ട്. വൈറൽ പനിക്ക് പോലും ആൻറ്റിബയോട്ടിക്കുകൾ കുറിക്കുകയും കഴിക്കുകയും ചെയ്യുന്നു എന്നതാണ് സ്ഥിതി. ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ്, അനാസ്പദമാക്കിയാണ് സംസാരിക്കുന്നത്. മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ ഒമ്പിച്ച വിൽപ്പനയാണ് ഈ ആൻറ്റിബയോട്ടിക്കുകൾക്ക്. അപ്പോൾ നമ്മൾ വേറെ കാര്യം നമ്മുടെ മനസ്സിൽ വെക്കേണ്ടതുണ്ട്, എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം രോഗാണുക്കൾക്ക് മരുന്നുകൾക്ക് മേൽ അതിജീവനശേഷി നേടാൻ സഹായിക്കുമെന്നും ഇത് ഗുരുതര ആരോഗ്യ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുമൊക്കെ ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയത് നിലനിൽക്കുകയാണ്. ഈ പനിമരുന്നാണെന്നുള്ള ഒരു ധാരണയൊക്കെ മനുഷ്യർക്കിടയിലുണ്ട്, അതായത് ആൻറ്റിബയോട്ടിക്കുകൾ. അങ്ങനെ അവർ അത് സ്വയം വാങ്ങിക്കഴിക്കുന്നു. അങ്ങനെ ഒരു പ്രവണത വർദ്ധിച്ചിട്ടുണ്ട്. ഒരു പനിയൊക്കെ വന്നാൽ ഉടനെ ആൻറ്റിബയോട്ടിക്, ചിലർക്ക് ചില ആൻറ്റിബയോട്ടിക്കുകളുടെ പേര് മനഃപ്പാടമാണ്, ഉടനെ അതങ്ങ് എടുത്തിട്ട് ഒരു ഡോസ് വാങ്ങിക്കുക. പണ്ട് എപ്പോഴോ കുറിച്ച് കൊടുത്തൊക്കെ ആയിരിക്കും, അത് മനസ്സിൽ കിടന്നിട്ട് അങ്ങോട്ട് വാങ്ങിച്ച് കഴിക്കുക, അങ്ങ് പനി പോകുന്നൊക്കെയാണ്. വൈറൽ പനിക്കൊരു കാലാവധി ഉണ്ട്, അത് കഴിയുമ്പോൾ തന്നെ മറന്നാണ്. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ആണ് നമ്മൾ അടുത്ത ഒരു നടപടി എന്നുള്ള ഒരു നടപടി, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ, ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോഴൊക്കെയാണ് അടുത്ത ആൻറ്റിബയോട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊക്കെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമേ നമ്മളതൊക്കെ കഴിക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മുടെ ആഗ്രഹം അനുസരിച്ച് അങ്ങോട്ട് കഴിക്കാനുള്ളതല്ല ഈ ആൻറ്റിബയോട്ടിക്. അപ്പോൾ ഈ പനി, ജലദോഷം തുടങ്ങിയ ചെറു രോഗലക്ഷണങ്ങൾ വന്നാൽ പോലും ഡോക്ടറെ കാണാതെ ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങുന്നവർ ഏറെയാണ്. അപ്പോൾ ഈ 60% വയറിളക്ക കേസുകളിലും വൈറൽ ആണെങ്കിലും ഡോക്ടർമാർ ആൻറ്റിബയോട്ടിക്കുകൾ കുറിക്കുന്നു. അപ്പോൾ ഈ ഒരു ഗുരുതരമായേക്കാവുന്ന രോഗാണുക്കളെ പ്രതിരോധിക്കുന്ന ജീവൻ രക്ഷാ മരുന്നുകളാണ് ഈ ആൻറ്റിബയോട്ടിക്കുകൾ. ഇവ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നല്ല പറയുന്നത്. പകരം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഉപയോഗം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരവും കരുതലോടെയും ആകണമെന്നാണ്. അതാണ് നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശം. ഈ ജലദോഷപ്പനി, വൈറൽ പനി എന്നിവയ്ക്ക് ആൻറ്റിബയോട്ടിക്കുകളുടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഇവ പരമാവധി ഒഴിവാക്കണം. ഇവയിൽ പലതും ഗർഭസ്ഥ ശിശുവിൻ്റെയോ നവജാത ശിശുവിൻ്റെയോ വളർച്ചയെ, അവയവ രൂപവൽക്കരണത്തെയും എല്ലാം ബാധിച്ചേക്കാം. അതോടൊപ്പം തന്നെ ഡെങ്കിപ്പനി, ചിക്കൻ പോക്സ് തുടങ്ങിയ വൈറൽ രോഗബാധയ്ക്കും ആൻറ്റിബയോട്ടിക്കുകൾ വേണ്ട. പക്ഷേ ഇതൊന്നും പലപ്പോഴും പരിഗണിക്കപ്പെടാറില്ല. അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം ഛർദി, വയറുവേദന, നെഞ്ചെരിച്ചിൽ, വിശപ്പില്ലായ്മ, നെഞ്ചെരിപ്പ് തുടങ്ങിയ പാർശ്വഫലങ്ങൾക്കും ഇടയാകുന്നുണ്ട്. ചിലപ്പോൾ ഉദരസംരക്ഷണ മരുന്നുകൾ വരെ ആവശ്യമായി തീരാറുണ്ട്. അപ്പോൾ ഈ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ വിൽക്കുന്ന ഈ ഫാർമസികളും മെഡിക്കൽ സ്റ്റോറുകളും അവയുടെയൊക്കെ ലൈസൻസ് റദ്ദാക്കണമെന്നടക്കം കർശന മുന്നറിയിപ്പുകൾ നിലവിലുണ്ട്. പലപ്പോഴും ഇതൊന്നും പാലിക്കപ്പെടാറില്ല. അതാണ് വസ്തുത. അപ്പോൾ എനിക്കൊന്ന് അവസാനം ഇതും കൂടെ ഒന്ന് അറിയുന്നതല്ലായിരിക്കും, ഈ ആൻറ്റിബയോട്ടിക് എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? അത് ഇൻഫെക്ഷൻസ് ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിനെതിരെയാണ്, അതായത് ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെതിരെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് നൽകുന്നത്. അപ്പോൾ വൈറൽ പനിക്ക് അത് ആവശ്യമില്ല. അപ്പോൾ ഏത് മരുന്നാണോ നിങ്ങളുടെ ശരീരത്തെ ജേംസിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നത്, അത്
തീർച്ചയായിട്ടും ഒരു ആൻറ്റിബയോട്ടിക്കാണ്, അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്തായാലും അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇതൊരു ജനറൽ ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞതാണ്. കഥാസാഗരത്തിൽ അവസാനം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. നിങ്ങളിതുവരെ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.